നമുക്കൊരു ഒരു പാർട്ടി ഇല്ലാത്തോണ്ടല്ലേ ഇവർ ഇങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നത്. ഒരു പാർട്ടിയിൽ അനുഭാവമോ അല്ലെങ്കിൽ പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. നമസ്കാരം. കേരളത്തിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നു. UDF അധികാരത്തിലേറി. അപ്പോൾ എന്തുകൊണ്ട് LDFന് ഇങ്ങനെ ഒരു പതനം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം, ധാർഷ്ട്യം, ഇതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയായത് എന്നൊക്കെയാണ് നിഗമനങ്ങൾ, വിലയിരുത്തലുകൾ വരുന്നത്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരവും ധാർഷ്ട്യവും ഒക്കെ പറയുമ്പോൾ, LDFന്റെ പേര് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് KSRTC ഡ്രൈവറായിരുന്ന യദുവിൻ്റെതാണ്. ഇപ്പോൾ യദു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുമ്പോൾ യദുവിനെതിരെയുള്ള നടപടി അടക്കം ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആയിരിക്കാം, ഇപ്പം എനിക്കറിയത്തില്ല. ഇത് കുറെയൊക്കെ അവര് അവിടെ തന്നെ ബാലുശ്ശേരിയിൽ കണ്ടില്ലേ, നല്ലൊരു വിജയമല്ലേ കോൺഗ്രസിനുണ്ടായത്. സംഭവം ഇവരെയൊക്കെ ഈ ധാർഷ്ട്യവും ഈ പെരുമാറ്റവും ഒക്കെ അല്ലേ, അതുകൊണ്ടാവാനാണ് സാധ്യത. പാവപ്പെട്ടവന്റെ അടുത്ത് ഒരു കരുണയില്ല, ഒരു ഇതുമില്ലാത്ത പ്രവൃത്തികളും പ്രശ്നങ്ങളല്ലേ ചെയ്യുന്നത്. എൻ്റെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിയിൽ അറിയാമല്ലോ. എനിക്ക് ഒരു ജോലി ചെയ്യാൻ പ്രൈവറ്റ് ബസ്സിലായാലും അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകാൻ ഭയങ്കര രീതിയിലുള്ള തടസ്സവും ഭയങ്കര രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പം ഇതൊരു മാറ്റം, സന്തോഷമുണ്ട് മാറ്റം വന്നേ. ഈ പറയുന്നത് പോലെ ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കോർപ്പറേഷനിലുള്ള ഭരണം നഷ്ടപ്പെടുന്നു. ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ഭരണം, അത് നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സച്ചിൻ ദേവ് മത്സരിച്ചു. സച്ചിൻ ദേവും പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് യദുവിനെ സംബന്ധിച്ച് പേഴ്സണലി കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ, അവരുടെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു, ജനങ്ങളോടുള്ള ഡീലിങ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിപ്പോ നമ്മുടെ കേസും മുന്നോട്ടുള്ള കേസും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാലോ, ഇവരെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ പദവി വെച്ച് നല്ല രീതിയിൽ എനിക്ക് എതിരെ ഏറ്റവും നല്ല രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. കോടതി, പോലീസായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. അപ്പോൾ അതിലൊക്കെ ഇനി മാറ്റം വരും, നല്ല രീതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്, ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ പിന്നെ നീതിന്യായ വ്യവസ്ഥയൊക്കെ കള്ളമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കും. ന്യായമായിട്ടുള്ള കാര്യം നടന്നാൽ ഈ ഒരു വിധി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു വിധി എന്ന് വെച്ചാൽ ജനങ്ങൾ കഴുതയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി കാണും. ഇപ്പോ നിലവിൽ ഇതിനിടയിൽ ഒരു പാർട്ടി മാറ്റം ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താണ് സംഭവം? പാർട്ടി മാറ്റം എന്ന് വെച്ചാൽ CIT യൂണിയനിൽ അംഗത്വം എടുത്ത് അത് INTC എടുത്തത് എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പാർട്ടി ഇല്ലാത്തോണ്ടല്ലേ ഇവർ ഇങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നത്. ഒരു പാർട്ടിയിൽ അനുഭാവമോ അല്ലെങ്കിൽ പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ എനിക്ക് നിലവിൽ ഒരു പാർട്ടി ഇല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. CIT യൂണിയനിലാണ് ഉണ്ടായിരുന്നെന്നും അറിയാം. എന്നിട്ട് ഇവര് സംഘി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് INTC ചേർന്നതുകൊണ്ടാണ്. അപ്പം നമ്മളെ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഇപ്പൊ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇലക്ഷന് വരുന്നു സപ്പോർട്ട് ചെയ്യുന്നു, എന്റെ പേരും പറഞ്ഞു വോട്ട് വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നു ആളുകൾ പറയുന്നതന്നെ എനിക്കറിഞ്ഞൂടൂ. എന്നിട്ട് അവർ കയറിയതിനു ശേഷം ഭരണം കഴിയുമ്പോൾ പിന്നെ നമ്മളെ കൈ ഒഴിയുന്നു, അതാണ് അവസ്ഥ. പക്ഷേ ഇത് ഉമ്മൻചാണ്ടിയുടെ മകൻ വരെ പറഞ്ഞു, യദുവിന്റെ കാര്യം നമ്മുടെ കയറി കഴിഞ്ഞാൽ, ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ യദുവിന്റെ കാര്യം പരിഗണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജോലി വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പ്രതീക്ഷയുണ്ട്. ആ, പ്രതീക്ഷയുണ്ട്. ഇവര് പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയുണ്ട്. ബാക്കിയുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. സാറ് പറഞ്ഞിട്ടുള്ളതെല്ലാം പാലിച്ചിട്ടുമുണ്ട്. അതായത് യദു പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ വ്യക്തമാണ്, ഈ നാട്ടിൽ ഈ ജനങ്ങളെ ഒരു അടിമയെ പോലെ LDF നേതൃത്വം കൊണ്ടു നടന്നതിൻ്റെ ഒരു മറുപടിയാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇവിടുത്തെ ഭരണപക്ഷത്തിലുള്ള വിശ്വാസം മാറിക്കൊണ്ട് ഇപ്പോൾ വരുന്ന പുതിയതായിട്ട് ഭരണപക്ഷമായി വന്നിരിക്കുന്ന UDFനെ വിശ്വസിക്കുകയാണ് യദുവിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ നാട്ടിൽ എത്രമാത്രം വളരെ വലിയ നീതികേടാണ് അയാൾക്കെതിരെ ഉണ്ടായത് എന്നത്. അയാളുടെ ജോലി കൃത്യമായി നടത്തുന്ന സമയത്ത് അതിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിക്കൊണ്ട് അധികാര ധാർഷ്ട്യം കാണിച്ച ഒരു കേസ് അത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. CCTV തെളിവുകളും സാക്ഷികളും അടക്കം രംഗത്തുണ്ടായിട്ട് പോലും നീതി കിട്ടാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോഴും ആ കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് KSRTC ഡ്രൈവറായിരുന്ന യദുവിൻ്റേത്. അന്ന് പലപ്പോഴും യദുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി പല രാഷ്ട്രീയ നേതാക്കന്മാരും രംഗത്തെത്തി. പക്ഷേ പിന്നീട് ഇലക്ഷൻ കഴിയുമ്പോൾ യദുവിനെ കൈയൊഴിയുന്ന നിലയായിരുന്നു എന്നുള്ളതൊക്കെ കണ്ടു. ഇപ്പോഴിതാ ചാണ്ടി ഉമ്മൻ കൊടുത്തൊരു ഉറപ്പ്, അതാണ് യദുവിന് ഏറ്റവും വലിയ വിശ്വാസമായി മാറുന്നത്. നമുക്ക് കൃത്യമായിട്ടറിയാം, ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിൻ്റെ പിതാവായ ഉമ്മൻചാണ്ടിയുമൊക്കെ ജനങ്ങളെ എങ്ങനെയാണ് സേവിച്ചതെന്നത്.
നമുക്ക് ഏറ്റവും വലിയ ജനാധിപത്യ നേതാക്കന്മാരായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രണ്ട് മനുഷ്യരാണ് രണ്ടുപേരും. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് അച്ഛൻ്റെ അതേ പാത പിന്തുടരുകയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതും വ്യക്തമാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനായ മനുഷ്യൻ ഈ നാട്ടിലെ ജനങ്ങളെ സ്വന്തം സഹോദരന്മാരെ പോലെ സഹോദരിമാരെ പോലെയാണ് കണ്ടത്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അത് നേരിട്ട് അറിഞ്ഞില്ല എങ്കിലും ഏതെങ്കിലും വിധേനെ അറിയുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന നടപടികൾ ഉടനടി കൈക്കൊള്ളുന്ന രീതി. പ്രതിപക്ഷ പാർട്ടികൾ തങ്ങൾക്കെതിരെ കല്ലെറിയുമ്പോഴും തങ്ങളെ അധിക്ഷേപിക്കുമ്പോഴും തങ്ങളെ മോശമായി ചിത്രീകരിക്കുമ്പോഴും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിട്ടൊരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി. ലൈംഗികാരോപണ പരാതി അടക്കം അദ്ദേഹത്തിനെതിരെ വന്ന സമയത്ത് പോലും അദ്ദേഹം മറുത്തൊരക്ഷരം ഒരാളോടും പറഞ്ഞ് ചൊടിപ്പിച്ചിട്ടില്ല. കല്ലേറുണ്ടായ സമയത്ത് പോലും അത് ചിരിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുൾപ്പെടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയൊരു നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് സത്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ പല ആളുകളും അദ്ദേഹത്തിന് മഹത്വം മനസ്സിലാക്കിയത്. എന്നാൽ അച്ഛനോട് കാണിച്ച ആ നീതികേട് ഒരിക്കലും മകനോട് കാണിക്കില്ല എന്ന് ഉറച്ച ജനങ്ങളാണ് പിന്നീട് തിരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മനെ ചേർത്ത് പിടിച്ചത് എന്നത് നമ്മൾ കണ്ടു. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തും ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തുമൊക്കെ ജനങ്ങൾ ചാണ്ടിയുമ്മനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്തിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു തുകയാണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ആ പണം ഉപയോഗിച്ച് സഹായം നൽകാനാകുമെന്ന് മനസ്സിലാക്കിയ ചാണ്ടിയുമ്മൻ അദ്ദേഹം പല പ്രഖ്യാപനങ്ങളും നടത്തി. പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് നൽകാനുള്ളതടക്കം മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചിലവാക്കേണ്ടുന്ന തുകയും ലാഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരു സൈക്കിൾ എടുത്തായിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലുള്ള പ്രചാരണങ്ങൾ എന്നുള്ളതാണ്. ആ നാട്ടിലൊരു ഫ്ലെക്സ് പോലും ചാണ്ടിയുമ്മന്റെ പേരിൽ വെച്ച് പണം അനാവശ്യമായി ധൂർത്തടിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ചാണ്ടിയുമ്മനെത്തി. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ പോലും അങ്ങനെ ഒരു സംശയം നിലനിന്നിട്ടുണ്ടാകും. അതായത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്നത് പോലെ ഓർമ്മയുണ്ടാകുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അഹങ്കാരമല്ലേ എന്ന് ജനങ്ങൾ മനസ്സിലാക്കില്ലേ? ഈ പറയുന്നത് പോലെ ഓരോ തിരഞ്ഞെടുപ്പിലും അതിൻ്റെതായ രീതികളുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം നാം കണ്ട തിരഞ്ഞെടുപ്പുകളിലൊക്കെ എല്ലാവരും ഈ പറയുന്നത് പോലെ ആഘോഷങ്ങളും ആരവവും ഒക്കെ ആയിട്ട് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അത് ഈ തരത്തിൽ നിസാരമായിട്ട് അല്ലെങ്കിൽ നിശബ്ദമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ എല്ലാവരും ചാണ്ടിയുമ്മനെ ഓർത്തു നിൽക്കുമോ എന്നുള്ളൊരു സംശയം കുറച്ചാളുകളിലെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം നൽകിയിരിക്കുന്നത്. അച്ഛനേക്കാൾ ഉപരി മകനെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് കാണാനിടയായത്. ചാണ്ടിയുമ്മൻ എന്ന അച്ഛൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ വന്ന് പറയുന്ന ഒരു വാക്ക് അച്ഛ നമ്മൾ ജയിച്ചു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് വേണ്ടി ചാണ്ടിയുമ്മൻ നിലനിൽക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ജനങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് നേതൃത്വമൊക്കെ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ LDF നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഭരണ പിഴവുകൾ മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ തങ്ങൾ ഭരണം തുടരാൻ പോകുകയാണ്, ഇവിടെ ഒരു മാറ്റം വരുത്താൻ പോകുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ജനങ്ങളും പ്രതീക്ഷിക്കുന്നു. ആ കൂട്ടത്തിൽ LDF ഭരണകാലത്ത് CPM-ന്റെയും ഈ പറയുന്നത് പോലെ അധികാരികളുടെയും ധാർഷ്ട്യത്തിന്റെ ഒരു ഇരയായി മാറിയ യദുവും വലിയ പ്രതീക്ഷകൾ പുലർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. യദുവിനെ സംബന്ധിച്ച UDF ഒരു നിർദ്ദേശം നൽകുന്നു എന്നത് മാത്രമല്ല, ചാണ്ടിയുമ്മൻ ഒരു ഉറപ്പ് നൽകി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ചാണ്ടിയുമ്മൻ നൽകിയ ഉറപ്പ്, ആ ഒരു ഉറപ്പിന്മേൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് യദു. എന്തായാലും വലിയ മാറ്റമാണ് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഈ കേരളം കണ്ടിരിക്കുന്നത്, സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നുകൂടെ പറയാതെ വയ്യ. ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു രാവിലെ മുതൽ ഫലപ്രഖ്യാപനത്തിലൂടെ നമ്മൾ കണ്ടത്. ബാലറ്റുകൾ ഓരോന്നായിട്ട് എണ്ണി തുടങ്ങുമ്പോൾ ആദ്യം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു LDF-ഉം UDF-ഉം തമ്മിൽ. എന്നാൽ പോകെ ഓരോ വോട്ടുകളും എണ്ണി വരുന്ന സാഹചര്യത്തിൽ കുത്തനെ താഴോട്ടുള്ള ഒരു പതനമായിരുന്നു LDF-ൻ്റേത് എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ കേരളത്തിലെ ഒരു അവസാന ദിവസമാണ് ഇത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
UDF-നെ സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരം ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് അവർ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ, ഈ 5 ഉറപ്പുകൾ, അതൊക്കെ തന്നെ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടാക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ 5 ഉറപ്പിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നുള്ളതാണ്. അതൊക്കെ ഇനി എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നത് കണ്ടറിയണം. എന്തായാലും വലിയൊരു മാറ്റമാണ് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിലൂടെ കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നത് വ്യക്തമാണ്. അതേസമയത്ത് NDAയിലേക്ക് വരുമ്പോൾ NDAയും ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിൽ താമര വിരിയിച്ചു എന്നുള്ളത് വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കുന്നത്. ബീഹാർ മോഡലിലേക്ക് കേരളത്തിൽ BJP വരികയാണ് എന്നുള്ളതാണ് BJP നേതൃത്വങ്ങളിൽ നിന്ന് തരുന്ന സൂചനകൾ. ഈ തവണ 3, അടുത്ത തവണ അതിലും കൂടുതൽ എന്നുള്ള ഒരു രീതിയിലാണ് NDAയുടെ ആത്മവിശ്വാസം. എന്തായാലും 3 പാർട്ടികൾക്കും വലിയ രീതിയിലൊരു ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കി നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ട് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു. ഈ പറയുന്നത് പോലെ LDF-ന്റെ ഇരകളായവരെ UDF ഏത് തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നു, ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതൊക്കെ നോക്കിക്കാണേണ്ടുന്ന സമയമാണ്. യദു വിശ്വസിക്കുന്നത് പോലെ ചാണ്ടിയുമ്മൻ്റെ കരങ്ങൾ അയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമോ എന്നത് നമുക്കും കാത്തിരുന്ന് കാണാം.